മുഅ്മിനീങ്ങളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആശ മുറിയണ്ട, ബേജാറാവണ്ട, ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണെന്ന് അറിയുമോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും പടച്ച റബ്ബ് പുറത്തു തരുമെന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കൂടുതൽ പാപം പൊറുക്കുന്നവനാണ് പടച്ച റബ്ബ്. എത്ര തെറ്റ് ചെയ്താലും ആ പാപങ്ങളൊക്കെ പടച്ച റബ്ബ് പൊറുക്കും. അത്തായിബു മിനൽ ദംബി കമാ ലാ ദംബ ലഹു സദഖ റസൂലുള്ളാഹി. ഒരു കണ്ണീര് പടച്ച റബ്ബേ എന്റെ തെറ്റ് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞ ഒരാൾ ഉറ്റിച്ചാൽ, ആ തൗബ റബ്ബ് സ്വീകരിച്ചാൽ, അതുവരെ ജീവിതത്തിലുള്ള അവന്റെ പാപങ്ങളൊക്കെ അവന്റെ ഏടിൽ നിന്ന് മായ്ച്ചു പോയി. സദഖ റസൂലുള്ളാഹി. മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് എടുത്ത് കൂടിയുന്ന സ്വഹാബിയായിരുന്നു സഅലബ റളിയല്ലാഹു അൻഹു. തങ്ങൾക്ക് ഭക്ഷണം കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയായിരുന്നു സഅലബ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അങ്ങാടിയിലൂടെ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഹുവ ഫി ത്വരീഖി മർറ ബിബാബിൻ റജുലിൻ അൻസാരിയിൻ വറഅ ഇംറഅതൻ തഅതസിലു. ഒരു അൻസാരിയായ പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീന് അറിയാതെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു കണ്ണുകൊണ്ട് കണ്ടുപോയി. സ്വഹാബികൾക്ക് ഒരു തെറ്റ് വന്നാൽ അത് വളരെ ടെൻഷനാണ്, വിഷമാണ്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ആ തെറ്റ് കണ്ട ഉടനെ കൊണ്ട് മാറി വന്നിട്ട് ചിന്തിച്ചു, ഇനി ഈ കണ്ണുകൊണ്ട് ഞാൻ ഒരു അന്യായ പെണ്ണിനെ കണ്ട കാരണം കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെയാണ് നോക്കുക, തങ്ങൾ ഈ കണ്ണിലേക്ക് എങ്ങനെയാണ് നോക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മദീനത്തെ പള്ളിയിലേക്ക് പോകാതെ മല കയറുന്നു. ചരിത്രത്തിൽ കാണാം. ഇനി മദീനത്തെ പള്ളിക്ക് ഞാനില്ല, എന്നിട്ടോ മല മുകളിൽ പോയിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇസ്തിഗ്ഫാറിലായി കഴിഞ്ഞുകൂടി ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു 40 ദിവസം. ഒരിക്കൽ തങ്ങൾ ചോദിച്ചു സഹാബികളോട്, അല്ല സഹാബികളെ, ഒരുപാട് ദിവസമായി നമ്മൾ സഅലബനെ കണ്ടിട്ട് പള്ളിയിൽ കണ്ടിട്ടില്ലെങ്കിൽ തങ്ങൾ ചോദിക്കും, ഇന്ന സ്വഹാബി എവിടെ പോയി, ഒരുപാട് ദിവസമായല്ലോ കണ്ടിട്ട്, അത് തങ്ങൾക്ക് സേവനം ചെയ്ത് ജീവിക്കുന്നു സ്വഹാബി എവിടെ പോയി നമ്മളെ സഅലബ. ഉടനെ തന്നെ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, സഅലബനെ കണ്ടിട്ട് ആഴ്ചകളായല്ലോ നമ്മള്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും സൽമാൻ അൽ ഫാരിസി തങ്ങളും എവിടെയാണ് എന്റെ സഅലബ ഉള്ളതെന്ന് അന്വേഷിച്ചു നോക്കുക. രണ്ടുപേരും അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മലയുടെ ചെരുവിൽ ഒരു ആട്ടിടനെ കണ്ട സമയത്ത് അയാളോട് അന്വേഷിച്ചു, ഇവിടെ സഅലബ എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ കണ്ടിട്ടുണ്ടോ? ഇന്നാലിന്റെ രൂപങ്ങളൊക്കെ ഉള്ള സ്വഹാബി ഇയാളെ കണ്ടിട്ടോ ചോദിച്ചപ്പോൾ ആട്ടിടൻ ചോദിച്ചു, നരകത്തിലേക്ക് കാല് വെച്ചടുക്കുന്ന ഒരാളെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? നരകത്തിലേക്ക് അധികം ദൂരമില്ല ഇനി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ആ ഉമർ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണേ? അങ്ങനെ ചോദിക്കുന്നത് എന്താ നിങ്ങൾ സഅലബനെ പറ്റി? അപ്പൊ പറഞ്ഞു, എന്നു രാത്രി ആയാല് ഈ മലന്റെ എടുക്കുന്ന ഇടുന്നോ ഒരാളിന്ന് വരും, എന്നിട്ട് ഉറക്കനെ വിളിച്ചു തലയിൽ കൈ വെച്ച് പറയും, യാ റബ്ബ്, നരകത്തിലേക്ക് എന്റെ ദൂരം അടുത്തുവല്ലോ റബ്ബേ, ഞാൻ മരിച്ചാൽ എങ്ങനെ റബ്ബേ നിന്റെ അടുത്തേക്ക് ഞാൻ വരും എന്ന് ചോദിച്ചുകൊണ്ട് രാത്രിയുടെ ഉള്ളിൽ ഇങ്ങനെ യാ ലൈതക ഖബൽത റൂഹി ഫിൽ അർവാഹ് വജസദി ഫിൽ അജ്സാദ്, എന്റെ റൂഹങ്ങ് പിടിച്ചേക്ക് റബ്ബേ എന്ന് പറഞ്ഞ് തലയിൽ കൈ വെച്ച് ഒരാൾ ഇങ്ങനെ ഡ്രസ് പോലും പൂർണ്ണമായ രൂപത്തിലില്ലാതെ നടക്കുന്നതായി കാണാം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇത് മിക്കവാറും സഅലബ തന്നെ ആയിരിക്കും. ആ സമയത്ത് രാത്രിയിൽ അവരവിടെ പാർത്തു നിന്നു. രാത്രിയിൽ ഇയാൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടക്ക് പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ട സമയത്ത് നിന്ന് സലാം പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അയച്ചതാണ് ഞങ്ങളെ കൂടെ മദീനത്തെ പള്ളിയിലേക്ക് വാ. ആ സമയത്ത് സഅലബ ചോദിച്ചു, എല്ലാം ഉമറോരെ, ഞാൻ ചെയ്ത തെറ്റ്
തങ്ങൾ അറിഞ്ഞോ, തങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം ദിവസങ്ങളോളം വഹി മുറിഞ്ഞിരുന്നു. ഒരു ദിവസം ആണ് വഹി വന്നിട്ടുള്ളത്. മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇന്ന റബ്ബക യഖറഉ അലൈക സലാം വയഖൂലു ലക ഇന്ന റജുലൻ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാലി യതഅബ്ബദു ബി. മുഹമ്മദ് നബിയെ, ആ മലകൾക്കിടയിലൂടെ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, അലക്ഷ്യമായി ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ എന്നോട് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അയാളെ തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നബിയെ പോയി പറയൂ എന്ന് അദ്ദേഹത്തോട് പറയൂ എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ തൗബ സ്വീകരിച്ച വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് സഅലബാ ഞങ്ങളുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത്, അല്ലാഹുവിനെ നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു വാക്ക് കണ്ണീരുറ്റിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ പറഞ്ഞാൽ അത്രത്തോളം അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെ ലോകത്തില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തൗബ ചെയ്ത് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട് അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ. നല്ല ചൂടുകാലാണ്. ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ വെള്ളം കിട്ടാതെ നാവിട്ടടിക്കുന്ന സമയമാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ സംഘടനാ നേതൃത്വം പ്രത്യേകം സർക്കുലറിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊക്കെ വീടുകളിൽ പോയി ഒരു പാത്രത്തിലോ മറ്റോ ഈ ജീവികൾക്ക് വെള്ളം വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ പകൽ ഏതാനും പട്ടിണിയാണ്, ജീവികൾ പക്ഷികൾ ഇങ്ങനെ അലിഞ്ഞു നടക്കും. അവർക്കൊരു തുള്ളി വെള്ളം ചിലപ്പോൾ കിട്ടി, അത് കാരണത്താൽ അത് മതിയാവും നമ്മളെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ, പടച്ച റബ്ബ് സ്വീകരിക്കാൻ. അങ്ങനെയാണല്ലോ ഒരു സഹോദരൻ, ഒരു ഇസ്രായേൽ സ്വർഗത്തിൽ കടക്കാൻ കാരണം എന്താണ്? ദാഹിച്ചു വലിഞ്ഞ് നാവിട്ടടിച്ചൊരു നായ കടന്നു വന്ന സമയത്ത് കിണറ്റിലേക്ക് തന്റെ ഷൂ ഇറക്കിക്കൊണ്ട് അതിൽ വെള്ളം മുക്കി കൊടുത്തതാണ്. അത് കാരണത്താൽ ദഖലൽ ജന്ന സ്വർഗ്ഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ജീവി, ഒരു പറവ വന്നുകൊണ്ട് നമ്മളുടെ ആ ജലം കുടിച്ചാൽ മതി നമുക്ക് സ്വർഗ്ഗം. വിശുദ്ധ ഇസ്ലാം നിസ്കാരങ്ങൾ, കർമ്മങ്ങൾ, ഹജ്ജ്, നോമ്പ് മാത്രമല്ല, അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് അല്ലാഹുവിനെ രക്ഷപ്പെടാൻ സാധിക്കും. ഒരു പക്ഷേ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ പാപങ്ങൾ പൊറുപ്പിക്കുക. മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയം സ്വഹാബി ചോദിച്ചു, സ്വഹാബികളെ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. സ്വഹാബി പറഞ്ഞു, എല്ലാ ചരിത്രവും വളരെ ഇന്നത്തെ കാലത്ത് സൈക്കോളജിക്കലായിട്ട് കുട്ടികൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കൽ, ഒരു കഥ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാട്ട് പാടിട്ടോ എന്നൊക്കെ ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്നുണ്ട്, മനഃശാസ്ത്രം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബികൾക്ക് മുമ്പിൽ ഒരു കാര്യം, ദീനിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ ആദ്യം ഒരു കഥ രൂപത്തിലോ ഉപമ രൂപത്തിലോ ഒക്കെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. എന്ത് രസമായിട്ടായിരുന്നു അവർക്ക് അധ്യാപനം എന്നറിയും. സ്വഹാബികളുടെ പിരടിയിൽ പക്ഷി വന്നിരിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ചുമലില് ഒരു പ്രാവ് വന്നിരുന്നാല് നമ്മൾ ചാടിക്കടിക്കൂലല്ലോ, നമ്മൾ അനങ്ങാതെ അത് പോകരുത് വിചാരിച്ചിരിക്കല്ല. ഇതുപോലെയാണ് സ്വഹാബികൾ ഈ ഹദീസൊക്കെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കേൾക്കുക എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികളെ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. മരുഭൂമിയിലൂടെ ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ വെള്ളവും ഭക്ഷണവും സാധനങ്ങളൊക്കെ ആ ഒട്ടകത്തിന്റെ പുറത്ത് അയാൾ വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം അൽപ്പട് സഞ്ചരിച്ചാൽ വെള്ളം കിട്ടാനില്ല, തണലില്ല, അങ്ങനത്തെ അവസ്ഥയായിരിക്കും. ഭക്ഷണമല്ല, അങ്ങനത്തെ അവസ്ഥയല്ല മരുഭൂമി. ആ മരുഭൂമിയിലൂടെ ഒരാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അയാൾക്ക് ക്ഷീണം വന്നിട്ട് അയാൾ വിചാരിച്ചു അല്പം ഇവിടെ മയങ്ങിയിട്ട് തുടർന്ന് യാത്ര ചെയ്യാം. അങ്ങനെ ഒട്ടകത്തിനോടെ നിർത്തിയിട്ട് അയാൾ വിശ്രമിക്കാൻ കിടന്നു. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അയാൾ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് കുടിക്കാനും ഭക്ഷിക്കാനും ആവശ്യമായ ലഗേജ് വെച്ചിരിക്കുന്ന തന്റെ ആശ്രയമായിരുന്നു ഒട്ടകത്തെ കാണാനില്ല. ഈ സമയത്ത് ഇയാള് അട്ടഹസിച്ചു നിലവിളിച്ചു, യാ റബ്ബ്, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, തൊണ്ടയിൽ തൊണ്ട കെട്ടുന്നു, അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വായിൽ വെള്ളമില്ല, അതുകൊണ്ട് പടച്ച റബ്ബേ എന്നെ മരിപ്പിച്ചേക്കൂ, ഞാൻ മരിച്ചോളാന്ന് പറഞ്ഞ് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ മരണത്തെ പ്രതീക്ഷിച്ച് കടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് ഈ മനുഷ്യൻ ഉറങ്ങിപ്പോയി. പിന്നെ നെട്ടി ഉണർന്ന് നോക്കുമ്പോൾ അനുസരണയുള്ള കുഞ്ഞി തന്റെ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് പോലെ
നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഒട്ടകമുണ്ട്, അയാളെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ സന്തോഷം കൊണ്ട് അയാൾ പറഞ്ഞു പോയത്രേ, യാ റബ്ബ് അന റബ്ബുക അൻത അബ്ദീ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷം കൂടുമ്പോ ചിലപ്പോ വാക്കുകൾ കിട്ടുകയില്ലല്ലോ, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, ചേഞ്ച് ആയി പോവും, ചിലപ്പോ വാക്ക് കിട്ടൂല. അങ്ങനെ സന്തോഷം കൂടി എന്താ പറയണേ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ പറയും ഞാൻ സന്തോഷം കൂടിയിട്ട് പറഞ്ഞു ഏതാണ്ട് പെരുത്തുപെടണമെന്ന്. സന്തോഷം കൂടിയിട്ട് വാക്കുകൾ ചിലപ്പോൾ കിട്ടൂല, ഡിസോർഡർ ആയി പോകും. അതുപോലെ മനുഷ്യൻ പറഞ്ഞു, റബ്ബേ നിന്റെ അടിമയും ഞാൻ എന്റെ റബ്ബ് കേട്ടോ എന്ന് പറഞ്ഞു. അത്രക്ക് സന്തോഷം അയാൾക്ക് ഉണ്ടായെങ്കിൽ അതിനേക്കാൾ അള്ളാഹ്ക്ക് സന്തോഷമാണ് ഒരാള് അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത്ര ഇഷ്ടം വേറൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമായി തൗബ ചെയ്യുന്നവൻ. തെറ്റ് പടച്ചറപ്പ് പറഞ്ഞെന്താ, തെറ്റ് ചെയ്യാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ ഓല പെടുന്നായിട്ട് നിഷ്കാസനം ചെയ്ത് തെറ്റ് ചെയ്ത് തൗബ ചെയ്യുന്നവരെ ഞാൻ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്ന. തെറ്റ് എന്നുള്ളത് സ്വാഭാവികമായി ചെയ്തു പോകും, ചിലപ്പോ കണ്ണുകൊണ്ടും കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ. പക്ഷേ അതിൽ നിന്ന് തൗബ ചെയ്യുന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അല്ലാഹു ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة تغفر ذنوبي فإنك غافر الذنب العظيم. എല്ലാ വെള്ളിയാഴ്ച രാവിലും ചെല്ലിയാൽ വളരെ പ്രതിഫലം കിട്ടുന്ന ബൈത്താണ് ഈ ബൈത്ത്. എന്താണത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, പടച്ചോനെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള അവകാശം എനിക്കില്ല, അത്രത്തോളം വെയിറ്റുള്ള ഒരു അമൽ ഞാൻ ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. മനുഷ്യൻ ഒരു പക്ഷേ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ രണ്ടാമൊരു ഓപ്ഷനാണല്ലോ ഉള്ളത്. നരകത്തിൽ കടക്കാനത്തെ ശേഷി ശക്തി എനിക്കില്ല റബ്ബേ. ദുനിയാവിൽ അടുപ്പിൽ കായ്ക്കുന്ന തീ പോലും ശരീരത്തിൽ തൊട്ടാൽ വേദനയാകുന്ന നമുക്ക് നരകത്തിൽ പോയി കിടക്കാൻ കഴിയുമോ മുഅ്മിനീങ്ങളെ? അതുകൊണ്ടാണ് വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. അതുകൊണ്ട് യാ റബ്ബ്, ദുനിയാവിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തൗബ തന്ന് പുറത്തു തരണേ റഹ്മാനെ. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തൊണ്ടയിലിട്ട് റൂഹ് ഇങ്ങനെ ഇളക്കാവുന്ന സമയത്ത് അകത്ത് തൊണ്ടയിൽ ഇങ്ങനെ റൂഹ് കെട്ടി നിൽക്കുന്ന സമയമുണ്ട്, അവസാന സമയം. ചക്ക ശ്വാസം വലിക്കും മനുഷ്യന്മാരെ. നമ്മള് ഉദയത്തിന് പോത്തിന് അറുത്തിട്ട് ഇടുമ്പോ കാണാം പോത്ത് അവസാനം ചക്ര ശ്വാസം വലിക്കണം. ഇതുപോലെ മനുഷ്യന്മാരും വലിക്കും. ആ സമയം വരെ മാത്രമേ തൗബക്ക് അവസരമുള്ളൂ. ഹബീബ് റസൂലുള്ളാഹി അതിനു മുമ്പ് തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടം തന്നെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാണ്. ഈ ആക്സിഡന്റിൽ അപകടങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴാണ് മരിക്കാൻ നമുക്കൊന്നും അറിയില്ല. പെട്ടെന്നുള്ള മരണങ്ങളാണ് ഇന്ന് കൂടുതൽ സംഭവിക്കുന്നത്. അവസാന കാലങ്ങൾ അടുക്കുമ്പോൾ മരണം പെരുക്കുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ മരിക്കുക, എപ്പോ മരിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോ അവസരം കിട്ടിയാലും ഏത് മജ്‌ലിസ് കിട്ടിയാലും ഉപയോഗപ്പെട്ട് തൗബ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങി വെക്കുകയാണെങ്കിൽ എന്ത് സന്തോഷം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കേട്ടിട്ടുണ്ടാവും, രണ്ടാൾ തൗബ ചെയ്യാൻ പോവുക 25 രാവിലെ. അത് നിങ്ങൾ സംഭവം കേട്ടതാണ്. അപ്പൊ ഏതായാലും തൗബ ചെയ്യാൻ പോയല്ലേ, അപ്പൊ നമ്മള് അയൽവക്കത്തുള്ള ആചാരെ തെങ്ങുമ്പേള എറിഞ്ഞ് വീഴ്ത്തിയിട്ട് അത് കട്ടെടുത്ത് കുടിച്ചിട്ട് പോവല്ലേ എന്ന് പറഞ്ഞു രണ്ടാള്. ഏതായാലും തൗബ ചെയ്യാൻ മജ്‌ലിസിലേക്ക് പോവല്ലേ, അപ്പൊ അത് വീഴ്ത്തിയിട്ട് ആ കട്ടെടുത്ത് കുടിച്ചിട്ട് നമ്മൾ പോവല്ലേ എന്ന് പറഞ്ഞു രണ്ടാള്. അതുപോലെ ആയി പോയത് കാക്കത്തോബ ആവരുത്. നമ്മൾ ഇന്ന് തൗബ ചെയ്താൽ നാളെ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യുന്നതാണ്. സ്വഹാബാക്കളെ തൗബ കേട്ടുമോ? വ്യഭിചാരത്തിന്റെ പേരിൽ ആദ്യമായി ശിക്ഷ നടപ്പിലാക്കിയത് ബഹുമാനപ്പെട്ട മാഇസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സൗദി അറേബ്യയിൽ വ്യഭിചാരത്തിന് ശിക്ഷ, ബലാത്സംഗത്തിന് ശിക്ഷ നടപ്പിലാക്കിയത് കണ്ടിട്ടുണ്ടാവും. എറിഞ്ഞു കൊന്നത്, വെട്ടി കൊന്നത്, എറിഞ്ഞു കൊല്ലണം എന്ന വിശുദ്ധ ഇസ്ലാമിൽ വ്യഭിചാരത്തിന്റെ ശിക്ഷ. മാഇസ് റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി വഇന്നി ഖദ് സനൈതു. നബിയേ, ഞാൻ വ്യഭിചാരം ചെയ്തു പോയി,
എനിക്ക് എന്റെ ഹൃദയം തങ്ങളൊന്ന് ശുദ്ധിയാക്കി തരണമെന്ന് മായിസ് റളിയല്ലാഹു അൻഹു തങ്ങളടുത്ത് പറയാം. ഈ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീക്ക് തോന്നുന്നതായിരിക്കും, നീ ചെയ്തിട്ടുണ്ടാവില്ല മായിസേ, നീ വ്യഭിചാരം ചെയ്തിട്ടുണ്ടാവുകയില്ല, തിരിച്ചു പോയിക്കൊള്ളൂ. മായിസ് പോയിട്ട് വീണ്ടും വരുന്നു, നബിയെ ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, എന്റെ ഹൃദയം ശുദ്ധിയാക്കി തരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹൃദയം ശുദ്ധിയാക്കി തരുന്ന തങ്ങള് മായിസിന് പുറത്തു കൊടുക്കുക എന്ന് പറയല്ല, എറിഞ്ഞു കൊല്ലാൻ വേണ്ടിട്ടാ പറഞ്ഞു. നമ്മളാണ് ആരും പറയോ ഈമാൻ ഉണ്ടോ നമുക്ക്, എറിഞ്ഞു കൊന്നോളും നബി, എന്നെ ശുദ്ധിയാക്കിയിട്ട് ഇവിടെ എനിക്ക് ശിക്ഷ ഏൽക്കേണ്ടി വന്നാലും നാളെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് സുഖമായിട്ട് നിൽക്കല്ലോ, ഇല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ അടുത്ത് എങ്ങനെയാ നോക്കുക. ഈ സമയത്ത് 3 തവണയും ഇത് ആവർത്തിച്ചപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ മായിസിന് വേണ്ടി മായിസിന് വേണ്ടി കുഴിച്ചിട്ട് അത് ഇറക്കി നിർത്തി. എന്നിട്ട് 4 പാടും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നല്ല മുട്ടൻ കല്ലുകൾ എടുത്തുകൊണ്ട് മായിസ് റളിയല്ലാഹു അൻഹു എറിഞ്ഞെറിഞ്ഞ് കൊലപ്പെടുത്തി. അതാണ് ഇസ്ലാമിന്റെ ശിക്ഷ. മൂപ്പര് മരിച്ചു വീണ സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ 2 അഭിപ്രായമാണ് മായിസിനെ പറ്റിയുള്ളത്. അയാള് വ്യഭിചാരം ചെയ്ത് തെറ്റ് ചെയ്ത് നീച്ച പ്രവൃത്തിയിൽ ഏർപ്പെട്ട് മരിച്ചത് എന്ത് മോശാണ്. ലഖദ് ഹലക വഹാതത് ബിഹി ഖതിയതു, അയാൾ നശിച്ചു പോയില്ലേ, എന്തിനാ ജീവിച്ചതിന്റെ മരിച്ചത് നന്നായി. ചില ആൾക്കാർ പറഞ്ഞു, സ്വഹാബികള്, ചില സ്വഹാബികൾ പറഞ്ഞു, മാ തൗബത്തുൻ അസ്ദഖു മിൻ തൗബതിഹി, മായിസ് ചെയ്ത തൗബ എന്ത് നല്ല തൗബയാണെന്ന് ചില സ്വഹാബികൾ പറഞ്ഞു പോയി. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായിസിന്റെ തൗബ പടച്ച റബ്ബ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല സ്വഹാബികളെ, ആ ഒരൊറ്റ തൗബ മതി എന്റെ ഉമ്മത്തിലെ എല്ലാ ജനങ്ങളുടെയും തെറ്റ് പൊറുപ്പിക്കാനെന്ന് ഹബീബ് റസൂലുള്ളാഹി. അത്രക്ക് നിഷ്കളങ്കമായ മനസ്സിന്ന് ചെയ്ത തെറ്റ് നമ്മൾ ചിന്തിച്ച് കരയണം, എന്നാലേ നമ്മളെ തൗബ പൊറുപ്പിക്കാൻ കഴിയുള്ളൂ. കാക്കത്തോബ് കഴിയൂല. കാരണം ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു, മൂപ്പര് ഇതുപോലെ തൗബ ചെയ്തു. അവിടുത്തെ അമ്പിയാക്കള് പടച്ച റബ്ബിനോട് അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു അന്വേഷിച്ച് പടച്ച റബ്ബ് പറഞ്ഞു, അയാളെ തൗബ സ്വീകരിച്ചിട്ടില്ല, തെറ്റ് ചെയ്ത് തൗബ ചെയ്തിട്ടുണ്ട് അയാൾ. അപ്പോ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അയാളെ തൗബ ഞാൻ സ്വീകരിച്ചിട്ട്, അയാൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സമൂഹത്തിനെ നബി ചോദിച്ചു, അല്ല റബ്ബേ, അയാൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തൗബ ചെയ്തിട്ടും എന്തെയാണ് തൗബ സ്വീകരിക്കാതിരുന്നത്? അപ്പൊ പടച്ച റബ്ബ് പറഞ്ഞു, ആ തെറ്റിന്റെ മാധുര്യം ഇന്നും അയാളെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, വ്യഭിചാരം ചെയ്തു എന്ന് കണക്കാക്കുക, തൗബ ചെയ്തു മടങ്ങി, എന്നാൽ അന്ന് ചെയ്ത വ്യഭിചാരത്തിന്റെ സുഖമുണ്ടല്ലോ, അതിപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ തൗബ സ്വീകരിച്ചിട്ടില്ല. അവ ചെയ്ത തെറ്റിന്റെ മാധുര്യം പിന്നെയും നമ്മുടെ മനസ്സിൽ ബാക്കിയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ തൗബ റബ്ബ് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ മായിസ് റളിയല്ലാഹു അൻഹു എറിഞ്ഞു കൊന്നു, ഉടനെ തന്നെ കൊന്നു. ദിവസങ്ങൾക്ക് ശേഷം ഒരു പെണ്ണ്, അല്ല ഓമിദിയ, ആരാണ് ഓമിദിയ, എന്നിട്ട് പറഞ്ഞു, നബിയേ ത്വഹിർനി യാ റസൂലല്ലാഹ് വഖദ് സനൈതു, ഞാൻ വ്യഭിചാരം ചെയ്തു പോയി നബിയേ. മായിസിനെ തങ്ങൾ 2 പ്രാവശ്യം മടക്കി അയച്ചില്ലേ, അതുപോലെ എന്നെ മടക്കി അയക്കരുത്, എന്നെ കൊണ്ട ശിക്ഷ നടപ്പിലാക്കി എന്റെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കി തരൂ നബിയേ. ഈ പെണ്ണ് വന്നിട്ട് പറയാണ്, ആ പെണ്ണിന്റെ മനസ്സൊന്ന് നോക്കി. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ചെയ്യുമ്പോ ഒരു മല അങ്ങോട്ട് ഇടിഞ്ഞു വീഴുന്നത് പോലെ ആയിരിക്കുമെന്ന് സ്വതക്ക റസൂലുള്ളാഹി. ഒരു ലഹരി നുണയാൻ ഇരിക്കുക കൂട്ടുകാരുടെ കൂടെ. അപ്പൊ ഒരു ചെറുപ്പക്കാരന് ഒരു അനിഷ്ടം ഇത് ഉപയോഗിക്കാൻ, ലഹരി ഉപയോഗിക്കാൻ, അയാളെ മനസ്സിൽ ഈമാന്റെ ഒരു കണി കണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കില്ലല്ലോ. അയാളെ മനസ്സിലിങ്ങനെ പറയാം, അത് ഉപയോഗിച്ചാൽ പടച്ച റബ്ബേ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനിയിപ്പോ ഉപയോഗിച്ചാൽ ഈമാൻ വിചാരിച്ച് അയാൾ പിന്മാറിയാൽ അയാളുടെ പ്രതിഫലം ചിന്തിച്ചു. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. വ്യഭിചാരത്തിനുള്ള അവസരം ഉണ്ടായിട്ടും അള്ളാഹുപ്പോഴും ചെന്ന് പിന്മാറിയാൽ അർശിന്റെ തണലുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ സാഹചര്യങ്ങളിൽ അത്ര സാഹചര്യം നമുക്ക് കിട്ടും, സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ, പക്ഷേ പിന്മാറുക എന്നുള്ളതാണ് ഈമാൻ. കൂട്ടുകാരൊക്കെ തെറ്റ് ചെയ്യുമ്പോ അതിൽ നിന്ന് ഒരാൾ വിട്ടുനിന്നാൽ അവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ, ഈമാനുള്ളവൻ. മദ്യപിച്ചുകൊണ്ട് ആക്സിഡന്റായി മരണപ്പെട്ടാൽ ഈമാൻ അവനിലില്ല, ഈമാൻ അവൻ ഉയർന്നു പോയിരിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി
തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മരിച്ചാൽ അങ്ങനെ തന്നെ. അള്ളാഹു നല്ല കർമ്മം ചെയ്യുമ്പോൾ മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ പെണ്ണ് എന്ന് പറഞ്ഞു, നബിയെ എന്നെ എറിഞ്ഞു കൊന്നു തരണം, ഹൃദയം ശുദ്ധിയാക്കി തരണം. അപ്പൊ റസൂൽ പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല, ഞാൻ വ്യഭിചാരം ചെയ്തു എന്ന് മാത്രമല്ല നബിയെ, ഇന്ന് ആ വ്യഭിചാരത്തിന്റെ പേരിൽ ഞാൻ ഗർഭിണിയാണ്, ഗർഭമുണ്ട് എനിക്ക്, എന്നെ നെറിഞ്ഞ് ആ ശിക്ഷ നടപ്പിലാക്കി തരും. അപ്പൊ തങ്ങൾ പറഞ്ഞു, പെണ്ണെ നീ പോയിട്ട് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് വാ, എന്നിട്ട് ശിക്ഷ നടപ്പിലാക്കാം. ഈ പെണ്ണ് പോകുന്നു. അല്പ ദിവസങ്ങൾക്ക് ശേഷം ഒരു ശീലക്കഷ്ണത്തിൽ ഈ രക്തക്കട്ടവരായ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പറയുന്നു, നബിയെ ഇതാണ് എന്റെ പൈതൽ, ആ ചോര പൈതലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചുകൊണ്ട്, ഇനിയെങ്കിലും എന്റെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കി തരൂ നബിയെ. ആ സമയത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ കൊല്ലാനായിട്ടില്ല, ഈ കുഞ്ഞ് മുലകുടി നിർത്തട്ടെ, എന്നിട്ട് നമുക്ക് ശിക്ഷ നടപ്പിലാക്കാം. ഈ കുഞ്ഞിനെയുമായി ആ പെണ്ണ് തിരിച്ചു പോകുന്നു. അല്പ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ പെണ്ണ് വീണ്ടും വരുന്നു. എന്നിട്ടോ, യാ നബി അല്ലാഹ് ഖദ് ഫതംതുഹു വഖദ് അകലതു ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടിയുടെ കഷ്ണം കൊടുത്തിട്ടാണ് ഈ പെണ്ണ് കൊണ്ടുവരുന്നത് ഹബീബിന്റെ മജ്ലിസിലേക്ക്. നബിയെ നോക്കൂ, ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട് എന്റെ കുഞ്ഞ്, അതുകൊണ്ട് ഇനിയെങ്കിലും എന്നെ എറിഞ്ഞിക്കൊന്നതെന്ന് ശിക്ഷ നടപ്പിലാക്കി തരൂ. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ സഹാബികളോട് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു, ഈ കുഞ്ഞിനെ മുഅ്മിനീങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. പെണ്ണിനെ അതിൽ നിർത്തിയിട്ട് എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു എറിഞ്ഞ കല്ല് അത് തലയിൽ കൊണ്ടിട്ട് രക്തം ചീറ്റിയിട്ട് ബഹുമാനപ്പെട്ട ഖാലിദുകളിന്റെ മുഖത്തേക്ക് തെറിച്ച സമയത്ത് ഖാലിദ് വലീദ് ഒറ്റ ചീത്ത വിളിയാ, ഈ നശിച്ചവളുടെ രക്താണല്ലോ എന്റെ മുഖത്തേക്ക് വന്നത്, ഒറ്റ ആക്ഷേപിച്ചിട്ട് ഒറ്റ വാക്ക്. ഇത് കേട്ട ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, ഖാലിദേ അവളെ എനിക്ക് മനസ്സിലായിട്ടില്ല, അവൾ ചെയ്ത തൗബ എനിക്ക് മനസ്സിലായിട്ടില്ല. ആ തൗബ കട്ടെടുത്ത് അപഹരിച്ച് ജീവിതത്തിൽ കൊള്ളക്കാരനായി ജീവിച്ചാണല്ലോ, അയാളെക്കാൾ ശ്രേഷ്ഠതയുള്ള തൗബയാണ് ആ പെണ്ണ് ചെയ്ത തൗബ. റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ തെറ്റ്, അത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ഗഫൂറായ റബ്ബ് പുറത്തു കൊടുത്തു. അല്ലാഹു നമുക്കും തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. ദോഷങ്ങളൊക്കെ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരുവാനുള്ള ഹൃദയം അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാവട്ടെ. ഈമാൻ അല്ലാഹു നമ്മുടെ മനസ്സിൽ നിറച്ചു തരുമാറാവട്ടെ. തുബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. നാളെ ആഖിറത്തിൽ വരുമ്പോ ചില ആളുകൾ അവർക്ക് കിട്ടിയ ഏട് നോക്കിയിട്ട് പറയും, പടച്ച റബ്ബ് എത്ര അസ്തഗ്ഫിറുല്ലാഹ് എന്റെ ഏടിലുണ്ട്, എത്ര അസ്തഗ്ഫിറുല്ലാഹ് എന്റെ ഏടിലുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ഒരുപാട് ഏടുകളുള്ള ആളുകൾ നാളെ ആഖിറത്തിൽ സന്തോഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. നമ്മളെ ചെറിയ കുട്ടികൾക്ക് എസ്എൽസിയിലോ പ്ലസ് ടുവിലോ മാർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് ഉപ്പാനോടും ഉമ്മാനോടും പറയുംപ്പാ നിന്റെ സർട്ടിഫിക്കറ്റ് നോക്കി മാർക്ക് നോക്കി എന്ന് സന്തോഷത്തോടെ കാണിച്ചു തരാറില്ലേ? ഇതുപോലെ ഒരുപാട് ഇസ്തിഗ്ഫാർ ഏടിൽ കിട്ടിയിട്ട് വിജയിച്ച ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഏടൊന്ന് വായിച്ചു നോക്കി സന്തോഷം കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് പറയുന്നു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്പം ചൊല്ലാമല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി يا رب العالمين، اللهم اغفر لي ذنوبي 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 يا رب العالمين. പടച്ചറബ്ബേ, മഗ്ഫിറത്തിന്റെ പത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പള്ളിയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണം അല്ലാഹ്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ പൊറുക്കൽ മാത്രമല്ല കിട്ടുക,
നമ്മുടെ ഉദ്ദേശങ്ങൾ വരെ വീടും. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, വർഷങ്ങളായി കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെ എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു ഒരു നിശ്ചിത എണ്ണം പിടിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോന്ന് അയാൾ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങി. ദിവസം 300 എണ്ണം വെച്ചിട്ട് അയാൾ ഇസ്തിഗ്ഫാർ ചൊല്ലിനാ എനിക്ക് മക്കൾ ഉണ്ടാണെന്ന ഉദ്ദേശത്തോടു കൂടെ. അയാൾ മരണപ്പെടുമ്പോ 10 മക്കൾ അയാൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് അത് പറഞ്ഞത്. അസ്തഗ്ഫിറുല്ലാഹ് പാപം പൊറുപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ ഉദ്ദേശങ്ങൾ കൂടാൻ വരെ പ്രാപ്തിയുണ്ട്. തീർച്ചയാക്കി ചൊല്ലിക്കോളി, ഉദ്ദേശങ്ങൾ കൂടും. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ. ടെൻഷൻ മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളുക. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, ടെൻഷൻ മാറാൻ ഇസ്തിഗ്ഫാർ മതി. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നമുക്കുള്ള ജോലി, നമുക്ക് മക്കൾക്കുള്ള കുടുംബത്തിനുള്ള ഭക്ഷണം, മറ്റു സൗകര്യങ്ങളൊക്കെ പടച്ച റബ്ബ് ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രം ഒരുക്കി തരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതാണല്ലോ രാത്രിയിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ ഇബാദത്ത് ചെയ്യുന്ന മഹാൻ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. രാത്രിയിൽ മഹാനവറുകൾ നിന്ന് നിസ്കരിക്കുക, ദിക്ർ ചൊല്ലുക, അതായത് ബഹുമാനപ്പെട്ടവരുടെ പതിവ്. അങ്ങനെ ഒരു ദിവസം മുസാഫിറായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ബഹുമാനപ്പെട്ടവർ. രാത്രിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറി ചെന്നു. എന്തിനു വേണ്ടിയിട്ട്? അവിടെ ദിക്റിലും വിവാദത്തിലുമായി കൂട്ടാൻ വേണ്ടിയിട്ട്. പള്ളിന്റെ ഹാരിസ് നോക്കി നടത്തുന്ന ആളുണ്ടാവും, കാവൽക്കാർ. മൂപ്പര് എന്ന് പറഞ്ഞു, ഇവിടെ പള്ളി പൂട്ടാൻ പോവാണ്, നിങ്ങള് പള്ളിന്റെ ഉള്ളിൽ ഇരിക്കരുത്, നിങ്ങൾ പുറത്തിറങ്ങി എവിടെയെങ്കിലും സൗകര്യങ്ങളുണ്ടോ നോക്കിക്കോളുക. അപ്പം ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഞാൻ ആരാന്നറിയോ? ഞാൻ അഹ്മദ് ബിൻ ഹംബൽ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ട്, അഹ്മദ് ഹംബലാണെന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോ പേരൊക്കെ മാറ്റി പറയും ഇവിടെ കടക്കാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ പള്ളിയിൽ കിടക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ പേരും ഒക്കെ മാറ്റി പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കമ്മിറ്റിന്റെ ഓർഡർ ആണ് പള്ളി അടക്കണം. ഏത് മുസാഫിരികൾ വന്നാൽ നിശ്ചിത സമയത്തിനപ്പുറം പള്ളി അടച്ചിടണം. കൊറോണ ടൈമിലൊക്കെ എല്ലാ പള്ളികളുടെ നിയമമായിരുന്നു, നിസ്കരിക്കാൻ പോലും സൗകര്യമില്ലായിരുന്നു, പള്ളികളൊക്കെ അടച്ചിടും, ഗേറ്റൊക്കെ പൂട്ടിയിടും. അപ്പോ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇയാൾ അങ്ങനെ പറഞ്ഞ് അഹ്മദ് ബിൻ പുറത്താക്കിയിട്ട് വാതിലടിച്ചു പോയി. റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു ചെറിയ ചെറ്റക്കൂരന്റെ അടുത്ത് പോയിട്ട് വിളിച്ചു ചോദിച്ചു, ഹലോ, ഇവിടെ എന്തോ ആളനക്കം ഉണ്ടല്ലോ, ഒരാൾക്ക് ഇന്ന് രാത്രി തങ്ങാനുള്ള സൗകര്യം തരുമോ? അപ്പൊ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ഓ ഇങ്ങോട്ട് കയറി വന്നോളൂ, അതിനെന്താ. അങ്ങനെയാണല്ലോ നല്ല മനുഷ്യന്മാര് ഒരുപാട് നമ്മുടെ ഇടയിലുണ്ടാവും. ചിലപ്പോ ഒരുപാട് ഇബാദത്തൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നല്ല മനസ്സ്, അതാണ് ഖൽബുൻ സലീം, നല്ല മനസ്സുള്ള ഒരു ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നല്ല മനസ്സ് ഇൻഷാ അല്ലാഹ് പറയാം. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ആ വീട്ടിലെ ചെറ്റക്കൂരയിൽ കയറി ഇബാദത്തിനായി ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ദിക്റിലായി കൂടുന്ന സമയത്തുണ്ട് അപ്പുറത്തെ റൂമിലുള്ള വീടിന്റെ ഉടമസ്ഥൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അഹമ്മദ് ഹംബൽ വിചാരിച്ചു മൂപ്പര് പെരക്കാർ ഉറങ്ങിയിട്ടുണ്ടാവും വിചാരിച്ചിട്ട്. അപ്പൊ മൂപ്പരെ പോലെ അയാളും ഇബാദത്ത് ചെയ്യാം. അപ്പൊ മെല്ലെ അങ്ങോട്ട് ചെന്നു ദ്വാരിപ്പിക്കല്ലോ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എത്ര ഉഷാറാണെങ്കിലും ആരോടും നമ്മൾ ദ്വാരിപ്പിക്കണം, ദ്വാ ചെയ്യിപ്പിക്കണം. അതിനൊരു കിബറും നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് തെക്കുവെള്ള ആളും ഹജ്ജ് ചെയ്ത ആളുകൾ ഉംറയൊക്കെ ആയിരിക്കും, എന്നാലും പരസ്പരം മുഅ്മിനീങ്ങൾ കാണുമ്പോൾ ദുആ ചെയ്യിപ്പിക്കണം. ഇപ്പൊ നമ്മളെ ഇത്ര വർഷം ചെയ്തിട്ടും നമ്മളെ ദുആ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഏതോ ഒരാള് നമ്മളെ കണ്ണിൽ ചിലപ്പോൾ മൂപ്പര് മോശമായിരിക്കും. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. നിങ്ങളെ ദൃഷ്ടിയിൽ മുടിയൊക്കെ ചിക്കി ചികിഞ്ഞ് ഡ്രസ്സൊക്കെ മോശമായ എത്രയോ ആളുകളുണ്ട്. അള്ളാനെ വെച്ചൊരു ദുആ ചെയ്താണ്ടല്ലോ റബ്ബ് തട്ടൂല എന്ന് റസൂലുള്ളാഹി. അങ്ങനത്തെ ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കും ഇവന്റെ കോലെന്താ, ഇവന്റെ മുടി എന്താ ഇങ്ങനെ. ചിലപ്പോ ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടമുള്ള എത്രയോ ആളുകളുണ്ടാവും, നമ്മുടെ മൊബൈൽ ഫോണിന് മോശമാണെങ്കിലും. അതുകൊണ്ട് ഇയാൾ മെല്ലെ പോയിട്ട് പറഞ്ഞു, വീട്ടുകാരനോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നിങ്ങൾ ദുആ ചെയ്യാണോ ഇസ്തിഗ്ഫാർ ചെയ്യാണല്ലോ, എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണോ? അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ഇസ്തിഗ്ഫാർ ചൊല്ലിട്ട് എന്താ നിങ്ങൾക്ക് ഉപകാരം എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? കുറെ നേരം ഇസ്തിഗ്ഫാർ തന്നെ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ എന്റെ ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രമാണ്. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ടാണ് എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ട് എനിക്ക് കിട്ടാത്ത ഒന്നുമില്ല ദുനിയാവില്. ഒരൊറ്റ ഉദ്ദേശേ ഇനി ഉള്ളൂ, അള്ളാഹിനോട് അതിനും വേണ്ടിയിട്ട് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതെന്തേ? ഇപ്പോ നമ്മുടെ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന
ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മൂപ്പര് മനപ്പാടാക്കിയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം. നമുക്കൊരു ഹദീസ് മനപ്പാടുണ്ടോ? 40 ഹദീസ് മനപ്പാടമാക്കിയാൽ അത് കാരണത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. അതുകൊണ്ടാണ് ഇമാമിന്റെ 40 ഹദീസ് ഉണ്ട്. കുട്ടികൾ ദർസിലൊക്കെ ഫുള്ള് മനപ്പാടാക്കും 40 ഹദീസും. അത് കാരണത്താൽ ആഖിറത്തിൽ രക്ഷപ്പെടും. 40 ഹദീസ് മനപ്പാടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം മനപ്പാടമുണ്ട്. ആ പണ്ഡിതനെ മഹാനെ കണ്ടിട്ട് ഒന്ന് ദുആ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് വട്ടറപ്പ എന്നെ മരിപ്പിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത്. ആ സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണീരൊപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹു നേട്ടമുണ്ടാക്കിയിരിക്കുന്നു, റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ, ഞാനാണ് അഹ്മദ് ബിൻ ഹംബൽ. ബഹുമാനപ്പെട്ട ഇമാം മറുകൾ തുറന്നു പറഞ്ഞ സമയത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇസ്തിഗ്ഫാർ കൊണ്ട് പടച്ച റബ്ബ് എന്റെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തന്നിരിക്കുന്നല്ലോ, അൽഹംദുലില്ലാഹ്. മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിൻ ഈമാൻ ഇല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂക്കിന്റെ മുകളിൽ ഈച്ച വന്നിരുന്നാൽ നമ്മൾ ആട്ടുമല്ലോ, ഇത്ര ഉണ്ടാവുള്ളൂ, നെവർമെന്റ് ആയിരിക്കും അവന്റെ തെറ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിൽ സന്തോഷത്തിന്റെ ഘട്ടം, കല്യാണം, സൽക്കാരങ്ങളൊക്കെ, പള്ളിയിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല ആളായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള സുഖത്തിന്റെ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ കല്യാണങ്ങളിലും മറ്റു സൽക്കാരങ്ങളിലും വിനോദയാത്രകളിലും ഒക്കെ അള്ളാഹ് പേടിക്കുന്നുണ്ടോ, അള്ളാഹ് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹ് പേടിക്കുന്നുണ്ടോ? മറ്റു 4 മുഅ്മിനീങ്ങൾ കൂടുമ്പോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സും പ്രവൃത്തിയൊക്കെ ഉഷാറായി. സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുഅ്മിനായ മനുഷ്യന് അത്രത്തോളം ഗൗരവമായിരിക്കും അവന്റെ തെറ്റ്. അങ്ങനെയാണല്ലോ സ്ത്രീകളോട് പറയും, അവര് ചിലപ്പോ ദിക്റിന് വരുമ്പോ, നല്ല മജ്ലിസ് വരുമ്പോ നമ്മുടെ വീട്ടിലെ ഉമ്മമാരൊക്കെ ചിലപ്പോ പർദ്ദയിട്ട് ഹിജാബിട്ടൊക്കെ നടക്കും. കല്യാണത്തിനോ വീട്ടിൽ സൽക്കാരങ്ങൾക്കോ ഉണ്ടാവുമ്പോൾ അവരുടെ ഡ്രസ്സ് നമ്മൾ നോക്കുക. ഈച്ച മൂക്കിന്റെ മുകളിൽ ഇരുന്നാൽ അത്ര നെവർ മൈൻഡ് ആ തെറ്റിനൊക്കെ ഉള്ളതെങ്കിൽ അവന്റെ മനസ്സിൽ ഈമാൻ കുറഞ്ഞു പോയി, അല്ലെ അവളുടെ മനസ്സിൽ ഈമാൻ കുറഞ്ഞു പോയി എന്നതിന്റെ അടയാളം. അല്ലാഹു നമ്മുടെ ഈമാൻ സംരക്ഷിച്ചിരുമാറാവട്ടെ. ഈമാനിലായി ജീവിച്ച് മുഅ്മിനീങ്ങളായി തന്നെ മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഹൃദയങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ശുദ്ധിയാക്കി തരുമാറാവട്ടെ. തൗബയുടെ ഷർത്താണ് അന്നദുമു, ഖേദിക്കുക, ഖേദം മനസ്സിൽ നിന്ന് വരണം. ആ തെറ്റിലേക്ക് ഇനി മടങ്ങി പോകാൻ പാടില്ല. ഏത് തെറ്റിന് മടങ്ങിപ്പോകാൻ പാടില്ല. അള്ളാഹനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. മനസ്സ് എപ്പോഴും ക്ലിയറായിരിക്കണം, ശുദ്ധിയായിരിക്കണം. ആരെപ്പോലെ? ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ സ്വഹാബികൾ ഇരിക്കുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പം ഈ മജ്ലിസിക്ക് സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗീയസ്ഥനായ ഒരാൾ കടന്നു വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് സ്വഹാബികളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ആരാപ്പം വരാ. ആ സമയത്തുണ്ട് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കയറി. ഈ സമയത്ത് സ്വഹാബികളൊക്കെ ഉറ്റുനോക്കി അതിശയമായി ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. മറ്റൊരു മജ്ലിസിലും തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ കടക്കാൻ പോണ ഒരാൾ ഇപ്പം വരും, നോക്കിക്കോൾ. അപ്പോഴും കടന്നു വരുന്നു ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്നെ. അങ്ങനെ 3 സന്ദർഭത്തിൽ തങ്ങൾ പറഞ്ഞിട്ടും ഈ സ്വഹാബി തന്നെയാണ് വന്നത്. ഇത് ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വളരെ അതിശയായി. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തറിയോ, മജ്ലിസ് പിരിഞ്ഞപ്പോ മെല്ലെ പോയി സ്വകാര്യമായിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഞാനും എന്റെ വാപ്പിൻ ചെറിയൊരു പിണക്കത്തിലാണ്. വാപ്പാനായിട്ടുള്ള ശുണ്ടി അതിൽ ഞാൻ വാപ്പാനോട് പറഞ്ഞു, ഈ പെരേക്ക് ഞാൻ 3 ദിവസം കയറൂല. ഞാൻ സത്യം ചെയ്ത് പറഞ്ഞു, പാപ്പ നിങ്ങളായിട്ടുള്ള ഈ പ്രശ്നത്തിൽ 3 ദിവസം നിങ്ങളെ പെരേക്ക് ഞാൻ കയറൂല എന്ന് പറഞ്ഞിന്. അതുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരട്ടെ എന്ന ചോദ്യം, 3 ദിവസം തങ്ങാൻ വരട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനെന്താ, എന്റെ വീട്ടിലേക്ക് പോയി കുടിക്ക് പോയി എന്ന് പറഞ്ഞു. സഹാബികളുടെ സന്തോഷാണല്ലോ അതിഥി വരിക എന്നുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്നറിയോ, ഈ സ്വഹാബി 3 ദിവസം തങ്ങൾ പറഞ്ഞു സ്വർഗത്ത് കിടക്കുന്ന സ്വഹാബിയ. ഇത് എങ്ങനെങ്കിലും അറിയണം എന്നാണ് ചിന്തിക്കുന്നത്. ഇതെങ്ങനെങ്കിലും അറിയണം എന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം രാത്രി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കുന്നു. അധിക സമയമൊന്നും ആയിട്ടില്ല. ശരിക്ക് ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് സഅദ് ബിൻ അബീ വഖാസ് പോയിട്ട് ഉറങ്ങി.
ഇത് കണ്ടപ്പോ അമ്രുനാസ് വിചാരിച്ചു, എന്താ മുപ്പര് പ്രത്യേകം ഇവാദത്തൊന്നുമില്ലല്ലോ. രാവിലെ സാധാരണ എണീക്കുന്നത് പോലെ അമ്രുനാസ് എണീറ്റിട്ടാണ് ബഹുമാനപ്പെട്ട എണീക്കുന്നത്. അന്ന് പ്രത്യേകമൊന്നുമില്ല, പകലും നോക്കി പ്രത്യേകമായിട്ടൊന്നും കണ്ടില്ല. രണ്ടാമത്തെ ദിവസവും നിരീക്ഷിച്ചു. 3 ദിവസം അങ്ങനെ നിരീക്ഷിച്ചപ്പോഴും പ്രത്യേകമായ ഒരു ഇബാദത്തോ അമലുകളൊന്നും സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കാണാതായപ്പോൾ 3 ദിവസത്തിന് ശേഷം യാത്ര പറയാണ്. പോയിട്ട് പറഞ്ഞു, സഅദോനെ ഞാൻ പോവാണ്, 3 ദിവസമായല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ എന്റെ ഉപ്പിൻ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ട്, അത് ഞാനൊരു മസ്ലഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് എന്തെങ്കിലും സ്വകാര്യമായി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഞാൻ എന്റെ ഉപ്പിൻ തമ്മിൽ പിണക്കത്തില്ല, ഒന്ന് ചോദിച്ചോട്ടെ. 3 സമയത്ത് 3 സന്ദർഭങ്ങളിലായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഒരു സ്വഹാബി ഇപ്പൊ അങ്ങോട്ട് കടന്നു വരുമെന്ന്. 3 സമയത്ത് ഞങ്ങൾ നിരീക്ഷിച്ചപ്പോൾ നിങ്ങളെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? എന്ത് ഇബാദത്താണ് നിങ്ങൾ സ്വകാര്യമായി ചെയ്യാറുള്ളത്? ഈ വിനീതനൊന്ന് പറഞ്ഞു തരോ? അപ്പൊ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് ചോദിച്ചു, നിങ്ങൾ പ്രത്യേകമായിട്ട് എന്ത് കണ്ടില്ലേ? ഇല്ല, 3 ദിവസം നോക്കിയിട്ട് പ്രത്യേകമായിട്ടൊന്നും കണ്ടില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ കണ്ട ഇബാദത്തൊക്കെ തന്നെ ഞാൻ ചെയ്യലുള്ളൂ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, എന്തെന്നറിയോ? ഇന്നേവരെ ഞാൻ ജീവിച്ചിട്ട് എന്റെ മനസ്സിൽ ഒരു മുസ്ലിമായ മനുഷ്യനോട് പോലും എന്റെ മനസ്സിൽ പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, കുശുമ്പില്ല. മനസ്സെപ്പോഴും ക്ലിയറാണ്. ഒരാളെ പറ്റിയും ഞാൻ ഉറപ്പിച്ച് പറയാൻ ഇന്നേവരെ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഹാദിഹി അല്ലതി ബലഅത ബിക വഹിയ അല്ലതി ലാ ഉദീക. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞതിന്റെ പൊരുള്. എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട അംർ ഇബ്നു അസ് റളിയല്ലാഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു നമ്മുടെയൊക്കെ മനസ്സ് വൃത്തിയാക്കി തെരുമാറാവട്ടെ. അങ്ങനെയുള്ള ഹൃദയം നമുക്കൊക്കെ വേണ്ട മുഅ്മിനീങ്ങളെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതാണ് മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം അത്രക്ക് സോഫ്റ്റ് ആയിരിക്കുന്നതാണ്. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് തൗബ ചെയ്യുന്നവരും മനസ്സ് വളരെ ലോലമുള്ളവരുമായിരിക്കും. ലോല ഹൃദയമുള്ള ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ലോല മനസ്സ്, അതാണ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള കാരണം. ഒരാളോടും എനിക്ക് വെറുപ്പില്ല, പിണക്കല്ല എന്ന് നിങ്ങൾക്കാർക്കും തുറന്നു പറയാൻ കഴിയും. എന്നങ്ങൾ വിജയിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബ് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മൾ ചെയ്യുന്ന തൗബയും മറ്റ് അമലുകളൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുഞ്ഞോമന മക്കൾ, 2 മക്കൾ ഹസൻ റളിയല്ലാഹു അൻഹു ഇവർക്ക് പനിയായ സമയത്ത്, ആ സമയത്ത് ഇവർ രണ്ടുപേരും പറഞ്ഞു, 3 ദിവസം നമുക്ക് നോമ്പ് നോൽക്കാം. നോമ്പ് നേർച്ചയാക്കിയിട്ട് പടച്ച റബ്ബ് അതുകൊണ്ട് സുഖാക്കി തരുമല്ലോ. നോമ്പ് നേർച്ചയാക്കിയാൽ അല്ലാഹു രോഗങ്ങൾ ശിഫയാക്കും. അപ്പൊ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി ആദ്യത്തെ ദിവസം നോമ്പ് നോറ്റപ്പോ ഒരു ഫക്കീറായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അലിയാരെ തങ്ങളെ, ഞാൻ പട്ടിണിയാണ് കുറച്ച് ദിവസമായിട്ട്, എന്തെങ്കിലും ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. ഫാത്തിമ ബീവിയും അലിയാരെ തങ്ങളും ആണെങ്കിലോ വീട്ടിൽ അന്ന് ഉണ്ടാക്കിയ ഭക്ഷണം, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം അതേ വീട്ടിലുള്ളൂ. ആ ഭക്ഷണം ഒന്നും നോക്കാതെ എടുത്തു കൊടുത്തു. അന്ന് ശുദ്ധമായ വെള്ളം മാത്രമാണ് അല്ലാഹു ഫാത്തിമ ബീവി കുടിച്ചത്. പിറ്റേ ദിവസം മിസ്കീനായ ഒരാൾ, പാവപ്പെട്ട മിസ്കീനായ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു ഫാത്തിമ ബീവിയോടും അലിയാരെ തങ്ങളോടും, വിശക്കുന്നു, പശിയടക്കാൻ വേറെ മാർഗങ്ങളില്ല, ഭക്ഷണം വല്ലതുണ്ടെങ്കിൽ തരുമോ? ഈ സമയത്ത് അന്ന് നോമ്പ് തുറക്കാൻ അവര് സജ്ജീകരിച്ചിരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുന്നു. 2ാമത്തെ ദിവസവും വെള്ളമല്ലാതെ അവർ കുടിച്ചിട്ടില്ല.
മൂന്നാമത്തെ ദിവസം തടവുള്ളിയായ അസീറായ മനുഷ്യൻ വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, വല്ല ഭക്ഷണം തരുമോ? മൂന്നാമത്തെ ദിവസവും അത് എടുത്തു കൊടുത്തപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്ത് പോലും ഇവരുടെ വിഷയത്തിൽ ഇറക്കിപ്പോയി. ഇന്നമാ നുതഇമുകും വയുതഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശകൂറാ. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഫക്കീറിനും മിസ്കീനും അസീറിനും ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശകൂറാ. ദുനിയാവിൽ പടച്ച റബ്ബേ, ഇതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും വേണ്ട, ആരിൽ നിന്നും വേണ്ട, ഒരു പ്രശംസയുടെ വാക്കുകളും വേണ്ട, നന്ദി വാക്കുകളും വേണ്ട, പ്രയോഗങ്ങളും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഭക്ഷണം കൊടുത്തല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫൂറാ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി ഫജ്റൂ ലഹാ തഫ്ജീറാ. നാളെ ആഖിറത്തിൽ അവർക്ക് തോപ്പുകളുണ്ട്, കുടിക്കാൻ അല്ലാഹു സജ്ജീകരിച്ച പാനീയങ്ങളുണ്ട്. അതിനോളം രുചിയുള്ള ഒരു ഭക്ഷണവും പാനീയവും ഭൂമിയിലില്ല. ആ സ്വർഗീയ ഭക്ഷണങ്ങളും പാനീയങ്ങളും അവർക്കുണ്ട്, അബ്റാർ സജ്ജനങ്ങൾക്കുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ, നമ്മുടെ ഹൃദയമൊക്കെ അല്ലാഹു ശുദ്ധീകരിച്ച് തരുമാറാവട്ടെ. നാം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ റമദാനിൽ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുക്കണം. അതോടൊപ്പം നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനും വില കൽപ്പിക്കണം. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസുകളിൽ നമ്മൾ നമ്മുടെ നോമ്പ് തുറയിടരുത്. പൊതുവേ വ്യാപകാരിക്കൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ്. നമ്മുടെ വീട്ടിലുള്ള സൽക്കാരങ്ങൾ മറ്റൊരാളിൽ അറിയിക്കരുത്. കാരണം ഒരു ഈത്തപ്പഴം പോലും ശരിക്ക് വാങ്ങിക്കഴിക്കാൻ പറ്റാത്ത എത്രയോ മുഅ്മിനീങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. മനസ്സ് വേദനിച്ചു പോകും. കുട്ടികൾക്ക് നേരാവണ്ണം പശിയടക്കാൻ ഉള്ള ഭക്ഷണം പോലും ചില വീടുകളിലില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ വഴികളൊക്കെ നമ്മൾ അടച്ചു പിടിക്കണം. ബഹുമാനപ്പെട്ട, നിങ്ങൾക്കറിയോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്ക് മുമ്പിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ നല്ല സ്വച്ഛമായി കൊണ്ടുവന്ന് സുഭിക്ഷമായ ഭക്ഷണ പാനീയങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനായ സ്വഹബിയാണ്, പൊട്ടിക്കരഞ്ഞു എന്ന് മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, ഈ ഭക്ഷണം നോമ്പറക്കാനുള്ള സമയ നിങ്ങൾ എടുത്തു കൊണ്ടുപോയി കൂടി തന്നു ഖാദിമികളോട്. അന്തേ കാരണം ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്റെ കൂട്ടുകാരനായ സ്വഹാബിയാണ്. വഹുവ മിന്നീ, ദീനിന്റെ വിഷയത്തിൽ എന്നെക്കാൾ ഉഷാറുള്ള സ്വഹാബിയാണ് മിസ്അബ്. ആ മിസ്അബ് മരിച്ചിട്ട് കഫൻ ചെയ്യുന്ന സമയത്ത്, തല മൂടുന്ന സമയത്ത് കഫൻ തുണി കൊണ്ട് കാൽ പുറത്തായി പോയി. കാല് കഫൻ തുണി കൊണ്ട് മറച്ച സമയത്ത് തല പുറത്തായി പോയി. അത്രക്ക് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നു അവരുടേത്. മരിച്ചിട്ട് കഫൻ ചെയ്യാൻ പോലും തുണി ധരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ സുഭിക്ഷമായ നോമ്പുതുറയുടെ ഭക്ഷണം ഉപയോഗിച്ചാൽ ഈ സുഖങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുമോ? ഞാൻ ചെയ്ത അമലുകൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു സുഖം തന്നിട്ട് ആഖിറത്തിൽ എനിക്ക് സുഖം ഉണ്ടാവൂലേ എന്ന് വിചാരിച്ചിട്ടാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, പാപികളായ ഞങ്ങളുടെ നോമ്പുകളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനേ. യഥാർത്ഥ നോമ്പുകാരുടെ നോമ്പിൽ ഞങ്ങളുടെ നോമ്പിനെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. യഥാർത്ഥ നിസ്കാരങ്ങളിൽ ഞങ്ങളുടെ നിസ്കാരങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്ത് ഞങ്ങളുടെ ഹസനാത്തുകളൊക്കെ സ്വീകരിച്ച് ഞങ്ങളുടെ ആഖിറം നീ സന്തോഷത്തിലാക്കി തരണം അല്ലാഹ്. ചെയ്യുന്ന ഇബാദത്തുകൾ ആത്മാർത്ഥമായി നിയ്യത്ത് നന്നാക്കി ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. എന്ത് അമലും ആത്മാർത്ഥമായി ചെയ്താൽ അതിന് ധാരാളം പ്രതിഫലമുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇഖ്ലാസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നമ്മള് ഒരു മുത്താലിമിന് ഭക്ഷണം കൊടുക്കാൻ വിചാരിച്ചു, നോക്കുമ്പോൾ ആ മുത്താലിമിന് ചിലപ്പോൾ തീരെ ഇൽമില്ലാത്ത മുത്താലിമായിരിക്കും, ചിലപ്പോൾ കളിച്ചെടുക്കുന്ന മുത്താലിമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഇൽമുള്ള ആളോ ഇബാദത്തുള്ള ആളൊന്നാവില്ല എന്ന് വിചാരിച്ചോളി. എന്നാൽ തന്നെ നമ്മുടെ നീയത്ത് ഉണ്ടാവില്ല. പഠിച്ചവനെ ഇൽമു പഠിക്കുന്ന ഒരാൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ നീയത്തിനനുസരിച്ചാണ് നിങ്ങളുടെ പ്രതിഫലവും ആഖിറത്തിൽ അതിനനുസരിച്ചായിരിക്കും കൂലി തരിക എന്ന് ഹബീബ് റസൂലുള്ളാഹി. ചരിത്രത്തിൽ കാണാം, ഒരു സമ്പന്നനായ ആള് 3 പ്രാവശ്യം സ്വതക്ക ചെയ്തു. ഒന്നാമത്തെ ദിവസം അയാൾ സ്വതക്ക ചെയ്യാൻ പോയിട്ട് ആ സ്വതക്ക രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി കൊടുത്തത്
ഒരു കള്ളന്റെ കയ്യില, ഇയാൾക്കത് അറിയില്ല, കക്കാൻ പോകുന്ന ആളെ കയ്യില സ്വതക്ക കൊടുത്തു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ആളുകളൊക്കെ സംസാരം, ഈ മനുഷ്യനതാ കള്ളന്റെ കയ്യിൽ ആരും സ്വതക്ക കൊടുക്കും, ഇയാൾ എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞെന്താ അറിയോ, ലക്കൽ ഹംദു യാ അല്ലാഹ്. പിറ്റേ ദിവസം ഇയാൾ രാത്രിയിൽ ആരും അറിയാതെ സ്വതക്ക കൊണ്ടുപോയി കൊടുത്തു, വലിയൊരു സംഖ്യ. അത് കൊണ്ടുപോയി കൊടുത്തത് വ്യഭിചാരം ചെയ്യാൻ വേണ്ടി രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ വേശ്യാവൃത്തിക്ക് പോകുന്ന പെണ്ണിന്റെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുത്തത്. പിറ്റേ ദിവസം സംസാര വിഷയമായി ഇയാളോടൊന്ന് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു ലക്കൽ ഹംദു യാ അല്ലാഹ്. മൂന്നാമത്തെ ദിവസം ഇയാൾ സ്വതക്ക ചെയ്തു, ആരും അറിയാതെ, ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സ്വതക്ക കൊടുക്കുന്നവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇയാൾ മൂന്നാമത്തെ ദിവസം സ്വതക്ക ചെയ്തത് ആദ്യത്തെ കയ്യിലറിയോ, ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ കയ്യിൽ, ധനാട്യന്റെ കയ്യിൽ ആ സമ്പത്ത് കൊണ്ട് ആളുകളെ ഇടയിൽ കളിയാക്കിയില്ല. ആളുകൾ പറഞ്ഞു ഇവിടുത്തെ പൈസക്കാരന്റെ കയ്യിലാണ് ഒരു സ്വതക്ക ചെയ്ത്, കാര്യം ചെയ്യോ. അങ്ങനെ ഇയാളോട് 3 ദിവസവും ലക്കൽ ഹംദു യാ അല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇയാൾ ആളുകളോട് ചോദിച്ചല്ല, മനുഷ്യ 3 ദിവസവും നിങ്ങൾക്ക് ഈ ചെയ്ത സ്വതക്കയുടെ പേരിൽ പശ്ചാത്താപമല്ല, നിങ്ങൾക്ക് ടെൻഷനില്ല, അർഹരല്ലാത്തവർക്ക് കൊടുത്തിട്ട് പോലും അതെന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു ആദ്യത്തെ ദിവസം ഞാൻ സ്വതക്ക ചെയ്തത് കള്ളനാണല്ലോ. ആ സ്വതക്ക കിട്ടുന്ന സമയത്ത് കള്ളൻ വിചാരിക്കും പടച്ചറപ്പേ ഞാൻ ഈ കക്ക ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണല്ലോ, ഈ കാശ് ചിലപ്പോ എന്റെ മക്കളെ പോറ്റാൻ എനിക്ക് മതിയാവും എന്ന് വിചാരിച്ചുകൊണ്ട് അയാളെ മനസ്സ് നന്നായി അന്ന് ഒറ്റ ദിവസം വേണമെങ്കിൽ ആ ഒറ്റ ദിവസം അയാൾ കളവിൽ നിന്ന് പിന്മാറിയാൽ പടച്ചറപ്പ് എത്ര പ്രതിഫലം എനിക്ക് തരിക. രണ്ടാമത്തെ ദിവസം വ്യഭിചാരിയുടെ കയ്യിലാണ് ഈ സമ്പത്ത് കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ വ്യഭിചാരി ചിന്തിക്കുന്നു, പടച്ചറപ്പേ ഞാൻ വേശ്യാവൃത്തിക്കിറങ്ങിയതിന്റെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയാണല്ലോ, പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ, ഈ സമ്പത്ത് തന്നെ പോലെ എനിക്ക് ജീവിക്കാൻ എന്ന് വിചാരിച്ച് വേശ്യാവൃത്തിയിൽ നിന്ന് ആ പെണ്ണ് പിന്മാറിപ്പോയാൽ എന്റെ സ്വതക്ക മുതലായി പോയില്ലേ. പടച്ചറപ്പിന്റെ അടുത്ത് നിന്ന് ഒരാള് തെറ്റുന്ന് ജീവിതത്തിൽ നിന്ന് മാറിയാൽ കിട്ടുന്ന പ്രതിഫലം എനിക്ക് കിട്ടൂലേ എന്നയാൾ ചിന്തിച്ചത്. മൂന്നാമത്തെ ദിവസവും പണക്കാരന് കൊണ്ടുപോയി സ്വതക്ക കൊടുത്തപ്പോ പണക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവും ഇത്ര വലിയ സമ്പന്നനായ എന്റെ കയ്യിലായാണ് സ്വതക്ക തരുന്നത്, ഞാനോ ഇക്കാലം വരെ ഒരാൾക്ക് പോലും സ്വതക്ക കൊടുത്തിട്ടില്ല, ഞാൻ പൈസക്കാരനായിട്ടും എനിക്കും അയാളെ പോലെ ആവണ്ടേ, എനിക്കും കുറച്ചൊക്കെ സ്വതക്ക കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അയാളെ മനസ്സും നന്നായി കഴിഞ്ഞാൽ അയാൾ സ്വതക്ക കൊടുക്കാൻ തുടങ്ങി അതിന്റെ ഒക്കെ ഒരു അംശം എന്റെ അക്കൗണ്ടിലേക്ക് വരൂലേ എന്നാണ് ഇയാൾ ചിന്തിച്ചത്. ഇതാണ് ഇഖ്ലാസ്, ആത്മാർത്ഥത കൊണ്ട് നമ്മൾ അമൽ ചെയ്താൽ നമ്മൾ നീയത്താണ് നോക്കുക, അത് ചിലപ്പോൾ പോയാലും വേണ്ടിയില്ല. ആത്മാർത്ഥത അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, പടച്ചറപ്പ് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ്, തൗബയുടെ വാതിലുകൾ അടയുന്നതിന് മുമ്പ് പടച്ചറപ്പേ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ലൈലത്തുൽ ഖദ്റാണ് കടന്നു വരുന്നത്, അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് നമ്മളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. ശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നേ ദിവസമാണ് ആകാശ ലോകത്തിൽ നിന്ന് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകളൊക്കെ വന്ന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവിടെ മുസാഫഹത്ത് ചെയ്ത് തിരിച്ചു പോവുക. തിങ്ങി നിറഞ്ഞിട്ട് ആകാശത്ത് നിന്ന് മലക്കുകൾ വരും. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ, ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം എന്നാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരമുണ്ടായിരുന്നു. പക്ഷേ മദീനത്തെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാളുകൾ തർക്കിക്കുന്നത് കണ്ടു. അവരുടെ അടുത്തേക്ക് പോയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറപ്പിച്ചു കളഞ്ഞു. അതിന്റെ ഉമ്മത്തിന് ഖൈറായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. തങ്ങളെ മജ്‌ലിസിൽ സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കുമ്പോ തങ്ങളൊരു കഥ കൊടുത്തു. എന്താണ് കഥ? പൂർവ്വകാലത്ത് ജീവിച്ച ഒരു മനുഷ്യൻ 1000 മാസം അയാൾ ജീവിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇബാദത്ത് മാത്രം അയാൾക്കുള്ളൂ എന്നാണ് തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ നബിയോട് പറഞ്ഞു, നബിയെ 1000 മാസം ജീവിച്ചിട്ട് എത്ര പ്രതിഫലം അയാൾക്ക് ഉണ്ടാവും, നമ്മളെ ഉമ്മത്തിനൊന്നും പഠിച്ചോൻ അങ്ങനെ ഒരു നിയമത്തെ തന്നില്ലല്ലേ എന്ന് ഒരു പരിതാപം അവർക്ക് മനസ്സിലുണ്ടായി. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഒരു ടെൻഷൻ, എന്റെ ഉമ്മത്തിന് 1000 മാസം ഇബാദത്ത് ചെയ്ത കൂലിയൊന്നും ഇല്ലല്ലോ, മുൻ പൂർവ്വകാലത്തൊക്കെ സമുദായത്തിലൊക്കെ അത് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയെ അത്ര മാസം ജീവിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഉമ്മത്തിന് ഒരൊറ്റ ദിവസം, ആ ദിവസത്തിൽ, അതാണ് ലൈലത്തുൽ ഖദ്ർ, ആ രാവിൽ
1000 മാസം ഇബാദത്ത് ചെയ്ത കൂലി. അന്ന് സ്വതക്ക ചെയ്താൽ 1000 മാസം സ്വതക്ക ചെയ്ത കൂലി. അന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ 1000 മാസം 2 റക്അത്ത് നിസ്കരിച്ച കൂലി. എല്ലാ കാര്യങ്ങളും അന്ന് യതീമിനെ സഹായിച്ചാൽ, യതീമിനെ തലവിൽ തടവിയാൽ 1000 മാസം തലവിൽ തടവിയ കൂലി, എല്ലാം 1000 മാസത്തിന്റെ പ്രതിഫലമാണ് അന്ന്. അതാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നതിന് അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ കെപി ഹസൻകിയുടെ പേരിൽ അല്പം തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ.